ഇതൊരു മഞ്ഞുമലയുടെ മുകളറ്റം മാത്രം. കോടതി ഇടപെട്ടതുകൊണ്ട് ഇത്രയെങ്കിലും. ആ കള്ളപ്പോറ്റിയെയും ആരോപണ വിധേയരായ ഈ രാഷ്ട്രീയ വണിക്കുകളെയും ഉദ്യോഗസ്ഥ വണിക്കുകളെയും ഒന്നിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കേരളത്തിനും അകത്തും പുറത്തുമൊക്കെയുള്ള വലിയ സ്വർണ്ണക്കട മോലാളിമാരും ഈ റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്നാണ്. അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ശബരിമല ക്ഷേത്രത്തിലെ കട്ടളപ്പടിയിലെ സ്വർണം പോലും പുറത്തെത്തിച്ച് ഉരുക്കി വാങ്ങിക്കുന്ന കള്ളന്മാർ, കൊള്ളക്കാർ ഈ പണത്തൂക്കം മുന്നിലും വിശ്വസ്തതയുടെ പര്യായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതു മുതലായാലും അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അത് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ മുതലാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. 15 പേര് ഉണ്ടേ എന്നും പറയപ്പെടുന്നു. ഇവനെയെല്ലാം ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ കള്ളൻ പോറ്റി ഒരു കരു മാത്രം.